എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഗരം മസാലയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് വീട്ടിൽ നല്ല ടേസ്റ്റോട് കൂടി നല്ല ഗുണവും മണവുമുള്ള ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഗരം മസാല വെച്ച് നമ്മൾ കറികൾ വെക്കുമ്പോൾ നമ്മുടെ നാടൻ രുചികളുള്ള കറികളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് കാണാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തിട്ടാണ് എടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കറുവാപ്പട്ട, ഒടിച്ചിട്ടിരിക്കുന്ന കറുവാപ്പട്ടയാണ്. ഇത് നല്ല കനം കുറഞ്ഞ് നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന കൂട്ട് കറുവാപ്പട്ടയാണ്. ഇനി കട്ടിയുള്ള കറുവാപ്പട്ടയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അളവിലൊരു ലേശം കുറച്ചെടുത്ത് വയ്ക്കുക. ഇത് നല്ല കനം കുറഞ്ഞ നാടൻ കറുവാപ്പട്ടയാണിത് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായ അളവുകളാണ് ഞാൻ പറയുന്നത്. ഇനി അതിലേക്ക് നമ്മളിടുന്നത് ഏലക്കയാണ്. 4 മുതൽ 5 വരെ ഏലക്ക ഇടാം, അതിൽ കൂടി പോകാൻ പാടില്ല. തക്കോലം ഒരു വലിയ ഒരെണ്ണവും പിന്നെ അതിൻ്റെ നേർപകുതി വലുപ്പമുള്ള 2 തക്കോലം അങ്ങനെ നമ്മൾ ഇടുന്നു. ഈ തക്കോലം നിങ്ങൾക്കൊന്ന് ഒടിച്ച് ഞുറുക്കി ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഇനി അടുത്തത് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഗ്രാമ്പുവാണ്. 8 ഗ്രാമ്പുവാണ് ഞാനിവിടെ ചേർക്കുന്നത്. വലിയ വലിപ്പമുള്ള ഗ്രാമ്പു അല്ല, നിങ്ങൾക്കത് കാണാം. ഒത്തിരി വണ്ണമുള്ള ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിൽ എണ്ണത്തിൽ കുറച്ചുകൊള്ളുക. ഇനി നമുക്ക് കുരുമുളകാണ് ചേർക്കാനുള്ളത്. 10 മുതൽ 12 വരെ കുരുമുളക് ചേർക്കാം. ഇതൊന്നും ഒത്തിരി കൂടി പോകാനായിട്ട് പാടില്ല, എരിവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 10 മുതൽ 12 വരെ കുരുമുളകും കൂടെ ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ ചെറിയ തീയിലിട്ട് മാത്രമേ വറക്കാവുള്ളൂ. ഒരുപാട് കരിച്ച് കളയാൻ പാടില്ല. ഈ നമ്മുടെ മസാലകളുടെയൊക്കെ ഈ മണം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ചെറു തീയിലിട്ട് തന്നെ വറക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക. എണ്ണയൊന്നും ചേർക്കാൻ പാടില്ല. നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പെരുംജീരകം ചേർക്കണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. 4 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ നമുക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കശകശ എന്ന് പറയുന്ന സാധനം കിട്ടും. അത് നമ്മൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചേർക്കണം. ഇതൊന്നും കൂടി പോകേണ്ട. 1/2 ടീസ്പൂൺ കശകശയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതിനെ സാവധാനത്തിൽ ഇളക്കിയെടുക്കുക. നന്നായിട്ട് മൂത്ത് എന്ന് കണ്ടു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. പിന്നെയും ആ പാനിലിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കാം. നല്ല കരികരാന്ന് പൊടിയാൻ പാകത്തിന് ഉണങ്ങിയിരിക്കണം ഇത്. അതുപോലെ തന്നെ ഇത് വറക്കുന്ന സമയത്തിന് നല്ല മണം, വറുത്ത നല്ല മണം വരികയും ചെയ്യണം കേട്ടോ. കശകശ പോലും കരിയാൻ പാടില്ല. ഇതിൻ്റെ കളറോ ടേസ്റ്റോ മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്, ചെറു തീയിലിട്ട് സാവധാനത്തിൽ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് എടുക്കുക. അതിനുശേഷം ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. തരി ഒട്ടും കാണണ്ട. അതുപോലെ തന്നെ തെള്ളി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് പൊടിച്ചെടുക്കിട്ടും. അങ്ങനെ പൊടിച്ചെടുക്കുന്ന ഇത് 5 ടേബിൾ സ്പൂൺ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. കംപ്ലീറ്റ് നമ്മൾ ആയി കഴിയുമ്പോൾ 5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമുക്ക് കിട്ടുക. ഒരല്പം ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ നല്ല ചില്ല് കുപ്പിയിലേക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ഇതിൻ്റെ മണം ഭയങ്കര നല്ല ടേസ്റ്റും നല്ല രുചിയും നല്ല എന്താ പറയുക, നല്ല മണവും നല്ല ഗുണവുമുള്ള ഒരു ഗരം മസാലയാണിത്. നമ്മൾ ചിക്കൻ മസാല നാടൻ ടേസ്റ്റുള്ള കറികൾ വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്ന ഒരു ഗരം മസാലയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഒരുപാട് ഉണ്ടാക്കി വയ്ക്കരുത്. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഒരു 5 കിലോ ഇറച്ചിക്കറി വയ്ക്കാനായിട്ടുള്ള ഒരു മസാലയുടെ കണക്കാണ് 5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 കിലോ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് നോക്കുക. നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ മുന്നേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഈ ഗരം മസാല നിങ്ങൾക്ക് കറിയിലേക്ക് ചേർക്കാം. നമ്മളിത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി കറി വാങ്ങാൻ നേരം വേണമെങ്കിലും ഗരം മസാല ചേർത്താൽ നല്ല ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. നല്ല ഒരു പ്രത്യേക മണം ഇതിന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഉണ്ടാക്കി വെക്കരുത്, കുറേശ്ശെ ഉണ്ടാക്കുക. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ഗരം മസാലയിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് രുചി കൂടും. നാടൻ ടേസ്റ്റുള്ള കറികൾ വയ്ക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ഗരം മസാല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രീതീസ് മന്നാ കിച്ചൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ എന്ന് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓളൊന്നും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്നാ കിച്ചൻ. അപ്പോൾ ഈ ഗരം മസാല നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്.